വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരെ സഹായിക്കുന്നതിനായി 4 ദിവസം മത്സ്യക്കച്ചവടം നടത്താൻ മത്സ്യ അനുബന്ധ തൊഴിലാളി യൂണിയൻ CITU കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 ഘട്ടങ്ങളിലായി മത്സ്യക്കച്ചവടം നടത്തി ലഭിക്കുന്ന ലാഭവിഹിതമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുക. 1ാം ഘട്ടം ഓഗസ്റ്റ് 21 തീയതി നടത്തും. തൃശൂർ ജില്ലയിലും പാലക്കാട്, മലപ്പുറം ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലും 19 വാഹനങ്ങളിലും പ്രധാന സെന്ററുകളിൽ സ്റ്റാളുകളുമിട്ടാണ് കച്ചവടം നടത്തുന്നത്. 2ാം ഘട്ടം ഓഗസ്റ്റ് 28 എരുമപ്പെട്ടി സെന്ററിലും 3ാം ഘട്ടം സെപ്റ്റംബർ 4 പന്നിത്തടം സെന്ററിലും 4ാം ഘട്ടം സെപ്റ്റംബർ 11 വെള്ളറക്കാടും നടക്കും. ദുരിതബാധിതരെ സഹായിക്കാൻ നടത്തുന്ന ഈ ഉദ്യമത്തിൽ മത്സ്യം വാങ്ങി എല്ലാവരും സഹകരിക്കണമെന്ന് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ പ്രളയകാലത്ത് ഈ സംഘടന മത്സ്യക്കച്ചവടം നടത്തി 90,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുണ്ട്. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘടനാ പ്രസിഡന്റ് ഷക്കീർ വെള്ളത്തേരി, സെക്രട്ടറി BS ശ്രീനിഷ്, ട്രഷറർ അബ്ദുൾ റസാഖ് പന്നിത്തടം എന്നിവർ പങ്കെടുത്തു. കടങ്ങോട് മത്സ്യ അനുബന്ധ CITU കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കച്ചവടം നടത്തുന്നത്. ഈ വരുന്ന 21 തീയതി ബുധനാഴ്ച മുതൽ അടുത്ത മാസം 11 തീയതി വരെയാണ് കച്ചവടം നടത്താൻ ഉദ്ദേശിക്കുന്നത്. അത് 4 ഘട്ടങ്ങളായിട്ടാണ് കച്ചവടം നടത്തുന്നത്. അപ്പോൾ ഞങ്ങൾക്കിത് മുന്നോട്ട് വയ്ക്കാനുള്ള നിർദ്ദേശം, മുഴുവൻ ജനങ്ങളും ഈ കാരുണ്യ മത്സ്യം വാങ്ങിച്ച് നമുക്ക് വയനാടിന് വേണ്ടി കൈകോർക്കാം. എല്ലാ ആളുകളും ഈ മത്സ്യക്കച്ചവടമായി സഹകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇതിനോടൊപ്പം പറയാനുള്ളത്. CCTV ന്യൂസ്, എരുമപ്പെട്ടി.